നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മക്കബായരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ അമ്മയുടെയും 7 മക്കളുടെയും കഥ നമ്മെ ആരെയാണ് അതിശയിപ്പിക്കാതിരിക്കുക. അമ്മയുടെ ആ വലിയ ധീരത, രക്തസാക്ഷ്യത്തിന് വേണ്ടി മക്കൾ രാജാവിൻ്റെ നിർബന്ധം, ഈ പന്നിമാംസം കഴിക്ക്, ദേവന് ബലിയർപ്പിക്ക്, അങ്ങനെ നിങ്ങളുടെ ദൈവത്തെ യഹോവയെ തള്ളിപ്പറയുക എന്നെല്ലാം പറഞ്ഞ് അവരെ ആക്രമിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ ധീരതയോടുകൂടെ ജീവൻ സമർപ്പിച്ച 7 മക്കൾ, ആ അമ്മ നമ്മെ ശക്തിപ്പെടുത്തുക. മക്കൾ ഓരോരുത്തരുമായിട്ട് വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആ അമ്മ അവരെ ധൈര്യപ്പെടുത്തുന്ന ചില വാക്കുകളുണ്ട്. അത് രക്തസാക്ഷികളുടെ ജീവിതത്തിലെ നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ഉദരത്തിൽ രൂപം നൽകിയത്, നിങ്ങൾക്ക് രൂപം എൻ്റെ ഉദരത്തിൽ ഉണ്ടായത് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എങ്ങനെയാണ് ശരീരത്തിന് അവയവങ്ങൾ ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ശ്വാസം നൽകിയത് ഞാനല്ല. നിങ്ങൾക്ക് ശ്വാസം നൽകിയ, ജീവൻ നൽകിയ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഈ അമ്മയുടെ ഒരു ധീരത എത്രയോ വലുതാണ്. ഈ ധീരത, ഈ അമ്മയുടെ ഒരു ധീരത, അതെൻ്റെ മക്കളെ സമർപ്പിക്കുന്ന ധീരത, അത് ഒരാളിൽ ഒതുങ്ങുന്നതല്ല. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന ഏതൊരു രക്തസാക്ഷിക്കും ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹവും കൃപയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമാണ് അഭിഷേകം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം. മരണം മുമ്പിൽ നിൽക്കുമ്പോൾ ധീരതയോടുകൂടി പറയുക, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ദൈവം, അവന് വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കുന്നു എന്ന്. ഈ 7 മക്കളിൽ ഏറ്റവും ഇളയവനെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ അമ്മയുടെ ചിത്രം നമുക്ക് ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കും. അമ്മയുടെ മുഖത്തൊരു ചഞ്ചലിപ്പുമില്ല. 18 വയസ്സ് പോലും ആകാത്ത ആ യുവാവായിട്ടുള്ള ഏറ്റവും ഇളയവനായ ബാലൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വഴികളാണ്. വിശ്വാസ യാത്രയിൽ ദൈവം നൽകുന്ന മനോഹരമായ വഴികളാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്ന വഴികളാണ് രക്തസാക്ഷിത്വം. ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ, ധീരതയോടുകൂടി സമർപ്പിക്കുവാൻ ധൈര്യം കാണിച്ച ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ചി സൂസി. വിശുദ്ധ ചിസൂസി. ആഗോള കത്തോലിക്ക സഭയിലെ അമൂല്യരത്നമായാണ് ചൈനയിലെ സഭയെ വിശ്വാസ സമൂഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ചൈനയിലെ സഭയിൽ ഉതിർന്ന രക്തസാക്ഷികൾ
ആഗോള സഭയിലെ കോർത്തെടുത്ത പവിഴമുത്തുകളായി തിളങ്ങി നിൽക്കുന്നു. ചൈന കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ച യുവാവായ വിശുദ്ധനാണ് ചിസൂസി. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ചിസൂസി ക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്നത് അവിടെയുള്ള ക്രിസ്ത്യാനികളിൽ നിന്നുമായിരുന്നു. കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചിസൂസി മതപഠന ക്ലാസുകളിൽ പോവുകയും തൊട്ടടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ പോയി പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അറിവ് തേടിയുള്ള യാത്രയിൽ ക്രിസ്തുവിനെ അടുത്തറിയുകയും ആത്മീയ ജ്ഞാനത്തിലേക്ക് വിശുദ്ധൻ സ്വമേധയാ സഞ്ചരിക്കുകയും ചെയ്തു. ഒരു വൈദികനോ പുരോഹിതനോ അല്ല, മാമോദിസ സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും അന്യമതത്തിൽ നിന്നും വന്ന ഈ ചെറുപ്പക്കാരൻ തിരുസഭാരാമത്തിലെ വിശുദ്ധ പദവിയിലേക്കുയരാൻ അദ്ദേഹം ക്രിസ്തുവിലർപ്പിച്ച ഈ ജീവിതം തന്നെ മതിയായിരുന്നു. ബോക്സർ വിപ്ലവം ശക്തമായിരിക്കുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ചിസൂസി ഒരു ഗ്രാമത്തിൽ ജനിക്കുന്നത്. ചിസൂസി ജനിക്കുന്നത് ഒരു സാധാരണ ഗ്രാമത്തിലാണ്. സാധാരണ മാതാപിതാക്കൾ. അവിടെ അവർക്ക് ക്രിസ്തുമതമില്ല, ക്രിസ്ത്യാനികളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ, ഒരു ഗ്രാമത്തിൽ അക്രൈസ്തവർ മാത്രം. അവിടെയാണ് ചിസൂസി ആ ഗ്രാമത്തിലുള്ള ഒരു മാതാപിതാക്കൾ ജനിക്കുന്നത്. പക്ഷേ എവിടെയോ ഒരവസരത്തിൽ യാത്രയിൽ വെച്ച് ക്രിസ്ത്യാനികളെക്കുറിച്ച് അവൻ കേട്ടു, പരിചയപ്പെട്ടു, മനസ്സിലാക്കി. അവന് ക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വഴികൾ. എത്രയോ അത്ഭുതകരമായിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ. അവിടുന്ന് നമ്മെ ആകർഷിക്കുന്നത് അത്ഭുതകരമാണ്. നമുക്ക് ഹോശേയയുടെ പ്രവചനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനം നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ, നമ്മൾ വായിക്കുന്നതല്ലേ. അവനെ ഞാൻ വശീകരിച്ച് ഒരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവനോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. നിന്നെ ഞാൻ വശീകരിച്ചൊരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. നിന്നോട് ഞാൻ വശ്യമായിട്ട് സംസാരിക്കും. അതിനുശേഷം ഞാൻ മുന്തിരി തോട്ടങ്ങൾ തയ്യാറാക്കും. ആഖോർ താഴ്വര പ്രത്യാശയുടെ താഴ്വരയാക്കി മാറ്റും. നീ എന്നെ പ്രിയതമാ എന്ന് വിളിക്കും. വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഭംഗിയായ രൂപം ഹോശേയയുടെ പ്രവചനം 2:14 നമ്മൾ വായിക്കുകയാണ്. ഇവിടെ ഈ നമ്മുടെ പ്രിയപ്പെട്ട ചിസൂസിയെ ദൈവം വിളിക്കുകയാണ്. അവൻ ഈശോയൊന്നും അറിഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ വശീകരിച്ചൊരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ നോട്ടമിട്ടാൽ അയാളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് ദൈവം കൊണ്ടുവരും. അയാളെ വിടുകയേയില്ല. അതാ ദൈവത്തിൻ്റെ വഴിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മെ വശീകരിക്കുന്നതാണ്. അതൊരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കും, ഒരു പുസ്തകം വായിച്ചപ്പോഴായിരിക്കാം, ഒരു കുർബാനയിൽ പങ്കുകൊണ്ടപ്പോഴായിരിക്കാം, ഒരു കൺവെൻഷനിൽ പങ്കെടുത്തപ്പോഴായിരിക്കാം. നമ്മെ ദൈവം വശീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആണ് ഈശോയെ കേൾക്കാത്ത ഈ ചിസൂസിയെ ദൈവം വശീകരിക്കുകയാണ്. ചൈനയിലെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അവന് ഒരു ക്രിസ്ത്യാനിയായൊരു ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. അവിടുന്ന് ഈശോയെക്കുറിച്ച് കേട്ടു, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചു. ക്രിസ്ത്യാനികൾക്കായിട്ടുള്ള മതപഠന ക്ലാസ്സുകളിൽ പതുക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ദിവ്യബലിയിൽ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ദിവ്യബലിയിൽ പോയി പങ്കെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ചിസൂസിയിൽ വളരെയധികം മാറ്റം. ഈ വളരെ ചെറുപ്പക്കാരൻ, 10-17 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ കുടുംബാംഗങ്ങൾ കണ്ടു. വളരെ അന്ന് വരെ കാണാത്തതുപോലെ ശാന്തമായൊരു ജീവിതം, വളരെ സന്തോഷം നിറഞ്ഞ ജീവിതം, എല്ലാവരെയും സ്നേഹിക്കുന്നൊരു ജീവിതം. ഇതെങ്ങനെ ഇവന് മാറ്റം വന്നു? മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അതിന് കാരണം അവർ അന്വേഷിച്ചു. പതുക്കെ അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആ വലിയ സത്യം അവർ തിരിച്ചറിയുകയാണ്. ഒരു വിദേശ മതമായ ക്രൈസ്തവ മതത്തിൽ ക്രിസ്ത്യാനിയാകുവാൻ വേണ്ടിയുള്ള പഠനത്തിലാണെന്ന്. ഇത് മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ ഈ ചിസൂസിയെ പീഡിപ്പിച്ചു. ബാലനായ ഈ ചിസൂസിയെ കഴിയുന്ന വിധത്തിൽ പീഡിപ്പിച്ചു. അവർ ഭക്ഷണം കൊടുത്തില്ല, മുറിക്ക് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല, അവന് ആയുധങ്ങൾ ഉപയോഗിച്ച് അവനെ ആക്രമിച്ചു, അവന് വീടിന് പുറത്തിറക്കി വിട്ടു. അങ്ങനെ ഒരു ഭവനത്തിൽ അന്യമതത്തിൽ വിശ്വാസം സ്വീകരിക്കുവാൻ പോകുന്ന ഒരാളോടുള്ള സമീപനം എന്തായിരിക്കാം? അന്ന് അവരെല്ലാം അതൊരു വലിയൊരു തിന്മയായിട്ട് കണക്കാക്കിയിട്ട് ആക്രമിക്കുവാൻ തുടങ്ങി.
അവന് വലിയധികം പീഡനം സഹിച്ചു. ആ കാലഘട്ടത്തിൽ ആ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ അവിടെ വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ബോക്സർ വിപ്ലവം ഉണ്ടാകുന്നത്. ചൈനയിൽ ബോക്സർ വിപ്ലവം ഒരു ഗ്രൂപ്പ് രാജാവിനും രാജ്യത്തിനുമൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുക, അവരോട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക. ആ ബോക്സർ വിപ്ലവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്തത്? ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി. അതിനുശേഷം അവിടെ ചുറ്റുമതിലുണ്ടാക്കി, വേലി തന്നെ ഉണ്ടാക്കി. പിന്നീട് അതിന് ചുറ്റും കിടങ്ങ് കുഴിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് തടയുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾ അഭയം പ്രാപിച്ചു രക്ഷപ്പെടുന്നതിന് വേണ്ടി, സ്വയം രക്ഷയ്ക്കായിട്ട്. ചി സൂസിയും ഈ ബോക്സർമാരുടെ ഇരയായി തീരുമെന്ന് അറിയാവുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ക്രിസ്ത്യാനികളുടെ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതിന് അപേക്ഷിച്ചു. പക്ഷേ ക്രിസ്ത്യാനികൾ ആ ഗ്രാമത്തിലുള്ളവർ പ്രവേശിപ്പിച്ചില്ല. കാരണം ചി സൂസി മാമോദീസ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടൊരു സംശയം, ഈ ബോക്സർമാരുടെ ചാരനാണോ ചി സൂസി എന്ന് വിചാരിച്ചിട്ട് അകത്ത് അവനെ പ്രവേശിപ്പിച്ചില്ല. അതുകൊണ്ട് ഒരു രക്ഷയും കിട്ടില്ല. അവന് അതിൻ്റെ പുറത്ത് തേങ്ങിക്കൊണ്ട് നിന്നിരുന്നു, എന്നെ അകത്ത് പ്രവേശിക്കൂ, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്, ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു. പക്ഷെ അവന് അഭയം കിട്ടിയില്ല. അങ്ങനെ അവന് അഭയം കിട്ടാതെ ആയിരുന്നപ്പോൾ അവൻ കത്തീഡ്രലിലേക്ക് പോയി. കത്തീഡ്രലിലും അവന് പ്രവേശനം കൊടുത്തില്ല. കാരണം ഇവൻ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. മാമോദിസ സ്വീകരിക്കാത്തത് കൊണ്ട് ക്രിസ്ത്യാനിയാണോ എന്ന് ഉറപ്പില്ല. അപ്പോൾ അവൻ ചാരനായിരിക്കാം, ബോക്സർമാരുടെ ചാരനായിരിക്കാം. ബോക്സർ വിപ്ലവത്തിൻ്റെ ചാരപ്രവൃത്തിക്കായിട്ട് അയച്ചിട്ടുള്ളതായിരിക്കും, അവിടെ സ്വീകരിച്ചില്ല. നിസ്സഹായനായിപ്പോയി ചി സൂസി. എന്തു ചെയ്യും? ആ ചെറുപ്പക്കാരൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എന്നോ ഒരു ക്രിസ്ത്യാനിയെ പരിചയപ്പെട്ടിരുന്നു ഒരിക്കൽ. അന്ന് പരിചയപ്പെട്ട ആ ക്രിസ്ത്യാനിയാണ്, അവരിൽ നിന്നാണല്ലോ ഞാൻ യേശുവിൻ്റെ നാമം കേട്ടത്. അവരുടെ വീട് അന്വേഷിച്ചു പോയി. അവർ സന്തോഷത്തോടുകൂടി ചി സൂസിയെ സ്വീകരിച്ചു. അങ്ങനെ ചി സൂസി അവരോടൊപ്പം താമസിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ചി സൂസിയെ അന്വേഷിച്ചു, എവിടെ പോയി? അവസാനം അവരുടെ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലായി ഒരു ക്രിസ്ത്യാനിയോടൊപ്പം താമസിക്കുന്നുണ്ടെന്ന്. ഒരു ചതിപ്രയോഗം ഈ കുടുംബാംഗങ്ങൾ നടത്തി. കുടുംബാംഗങ്ങൾ ഇത്തരം ഒരു ചതിപ്രയോഗം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവർ ചി സൂസിക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി. ഏകദേശം 70 കിലോമീറ്റർ അകലെയായിരുന്നു ഒളിച്ചു പാർത്തിരുന്നത് ഒരു ഭവനത്തിൽ. ചി സൂസിക്ക് ആ സ്ഥലം കണ്ടുപിടിച്ച് ഈ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും കൂടി ഒരു കത്തെഴുതി. ബോക്സർ വിപ്ലവം അവസാനിക്കുമ്പോൾ, ഈ മതസ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിനക്ക് മാമോദീസ സ്വീകരിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ നൽകാം, നീ വീട്ടിലേക്ക് തിരിച്ചു വരിക, ഞങ്ങൾക്ക് സമാധാനമാകട്ടെ. ഇതൊരു വലിയ ചതിയാണെന്ന് സൂസി മനസ്സിലാക്കിയിരുന്നില്ല. ഈ 70 കിലോമീറ്റർ നടന്നു വരുമ്പോൾ ബോക്സർ വിപ്ലവകാരികളുടെ കയ്യിലാകപ്പെട്ടുപോയി. അവനെ അടിച്ച്, അവനെ മർദ്ദിച്ച്, ചങ്ങലക്കിട്ട് അവനെ ബന്ധിച്ച് വീടിന് മുമ്പിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ വീട്ടിലേക്ക് നോക്കി, സ്വന്തം വീടിനടുത്തെത്തിയപ്പോഴാണ് അവർ പിടിക്കുന്നത്. വീട്ടിലേക്ക് നോക്കി മാതാപിതാക്കളുടെ നേരെ അവർ നോക്കി. അവർ ഇങ്ങനെയൊരു മകൻ ഞങ്ങൾക്ക് ഇല്ല, അവനെ കണ്ടതായിട്ടേ ഭാവിച്ചില്ല. അവർ അകത്ത് പ്രവേശിച്ച് വാതിലടച്ചു. നിങ്ങൾ എന്നെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുവിൻ, ഈശോ പഠിപ്പിച്ചു. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഒരു ഭവനത്തിൽ തന്നെ എൻ്റെ നാമത്തെ പ്രതി ഭിന്നതയുണ്ടാകും എന്ന് ഈശോ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഈ ചി സൂസിയുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചി സൂസി ഈ പീഡനത്തിൽ മാതാപിതാക്കളുടെ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ഒന്നും തളർന്നില്ല എന്നുള്ളത് നമ്മെ ആവേശം കൊള്ളിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകേണ്ടതാണ്, നമുക്ക് സന്തോഷം നൽകേണ്ടതാണ്, നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ശത്രുക്കൾ അതുകൊണ്ട് ഈശോ പറഞ്ഞ വചനമാണ് നിൽക്കുക. മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അങ്ങനെ ഇവിടെ ചി സൂസി ആനന്ദിച്ച് ആഹ്ലാദിക്കുക. യേശുവിനെ പ്രതി എനിക്ക് സഹിക്കുവാനുള്ള അവസരം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ്. ചി സൂസിയെ അവർ വലിച്ചഴിച്ചു കൊണ്ടുപോയി കൊലക്കളത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം മഞ്ഞപ്പുലി, അവരുടെ ഏറ്റവും ക്രൂരമായ വിഭാഗം, മഞ്ഞപ്പുലിയിൽ ഒരാൾ വാളെടുത്തിട്ട് കൈ വെട്ടിമുറിച്ചു. അപ്പോൾ കരഞ്ഞ് നിലവിളിക്കേണ്ടതാണ് ചി സൂസി, കരഞ്ഞില്ല, പൊട്ടിച്ചിരിച്ചു. അതെങ്ങനെ സാധിക്കുന്നത്?
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. കൈവെട്ടുമ്പോൾ കരയുന്നതിന് പകരം ചീസൂസി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, നീ പൊട്ടിച്ചിരിക്കുകയാണോ? നിനക്ക് വേദനയില്ലേ? നിൻ്റെ രക്തം കണ്ടോ ചീറ്റി ഒഴുകുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, ഈ ചീസൂസി വെറും 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് വിശുദ്ധ എസ്തപ്പാനോസ് സ്വർഗം തുറന്നത് കണ്ടിട്ട് വിളിച്ചു പറയുന്നത് പോലെ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖമാരെ എനിക്ക് കാണാം, ത്രിത്വത്തെ എനിക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്ന വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ സാക്ഷ്യം പോലെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, മാമോദീസ പോലും സ്വീകരിക്കാത്ത ചീസൂസി എന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങളെൻ്റെ ഓരോ ഭാഗവും വെട്ടിമുറിക്കുക. ഓരോ ഭാഗവും വെട്ടിമുറിക്കുമ്പോൾ, രക്തം ചിന്തുമ്പോൾ എൻ്റെ രക്തം വിളിച്ചു പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, യേശുവാണ് എൻ്റെ രക്ഷകൻ, ഒരേ ഒരു രക്ഷകൻ, ഈശോ മാത്രം. ഇത് അത്ഭുതമായിരിക്കുന്നല്ലേ? എത്ര മനോഹരമായിരിക്കുന്നു ചീസൂസിയുടെ സാക്ഷ്യം. എൻ്റെ ഓരോ ശരീരത്തിൽ ഓരോ ഭാഗവും നിങ്ങൾ വെട്ടിമുറിക്ക്, എൻ്റെ രക്തം വിളിച്ചു പറയുകയാണ്, യേശുവാണ് ഏക രക്ഷകൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവരുടെ മർദ്ദനത്തിനിരയായി ചീസൂസി നിത്യതയിലേക്ക് കടന്നുപോയി, രക്തസാക്ഷിയായി. ചൈനയിലെ പീഡിപ്പിക്കപ്പെടുന്ന സഭയുടെ വലിയ പ്രതീകമായി ചീസൂസി നിൽക്കുകയാണ്. ചെറുപ്പക്കാരനായ വെറും 18 വയസ്സുള്ള മാമോദീസ സ്വീകരിക്കാത്ത വലിയ രക്തസാക്ഷി നമുക്ക് ഒരു സാക്ഷിയാകുകയാണ്. ചൈനയിൽ ബോക്സർ വിപ്ലവം ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന കാലത്തായിരുന്നു ചീസൂസി ക്രിസ്തുമതത്തിൽ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനികളായിരുന്നവർ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. ക്രിസ്തു വിശ്വാസികൾ ചീസൂസിക്ക് അഭയം നൽകിയില്ല. ഒടുവിൽ വിപ്ലവകാരികളുടെ കയ്യിലകപ്പെട്ട വിശുദ്ധനെ ക്രൂരമർദ്ദനങ്ങൾക്കിരയാക്കി. കൊലക്കളത്തിലെത്തിയപ്പോൾ ചീസൂസി നിലത്തും നെറ്റിയിലും കുരിശു വരച്ചു. നിങ്ങൾക്കെന്നെ കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കാം. എൻ്റെ ഓരോ മാംസകഷ്ണവും ഓരോ തുള്ളി രക്തവും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കോപാക്രാന്തരായ വിപ്ലവകാരികൾ ചീസൂസിയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തുകയും ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പെന്നോണം വിശുദ്ധൻ്റെ ശിരസ് കുന്തത്തിൽ കുത്തി നിർത്തുകയും ചെയ്തു. നാം മാമോദീസ സ്വീകരിച്ച് അഭിമാനത്തോടുകൂടി ആയിരിക്കുകയാണ്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ സാക്ഷികളാകേണ്ട അവസരത്തിൽ അഭിമാനത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയുമോ, ഞാൻ അഭിമാനിക്കുന്നു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ എന്ന്? അതാണ് രക്തസാക്ഷിത്വം. അതിനുള്ള കരുത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നീ പീഡിപ്പിക്കുന്ന നസ്രായനാണ്, യേശുവാണ് ഞാനെന്ന് സാവൂളിനോട് പറയുമ്പോൾ സാവൂൾ പൗലോസായി മാറുന്നൊരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നില്ലേ? ഉണ്ട്. ആ ചെറുപ്പക്കാരനെ പോലെയാണ് ചീസൂസിയും. അവൻ നിങ്ങൾ പീഡിപ്പിക്കുന്നത് യേശുവിനെയാണ് എന്ന് ഓർക്കുക. നമുക്ക് രക്തസാക്ഷികളാകുവാനുള്ള വലിയ വിളിയാണ് നൽകുന്നത്. ചൈനയിലെ ഈ പീഡിപ്പിക്കപ്പെടുന്നൊരു സഭയുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ല. അണ്ടർഗ്രൗണ്ടിലാണ് അവർ പ്രവർത്തിക്കുക. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. എങ്കിലും അവർ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഓരോ ദിവസവും ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ചീസൂസിയെ പോലെയുള്ള രക്തസാക്ഷികളുടെ രക്തമായ ആ വിത്തിൽ നിന്നാണ് ജീവൻ കൊണ്ട് സഭ വലുതാകുന്നത്, വർദ്ധിക്കുന്നത്, ശക്തിപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ ജീവിതത്തിൽ നീ സ്നേഹിക്കുക. അവിടുന്ന് പറയുന്നു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. എന്താണ് അവിടെ കൽപ്പന? പരസ്പരം സ്നേഹിക്കുക. നമുക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കുക. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യഥാർത്ഥത്തിലുള്ളൊരു രക്തസാക്ഷിത്വം തന്നെ നമ്മോട് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അത് നമുക്ക് സമചിത്തതയോടെ അതിനെ സ്വീകരിക്കുന്നത് രക്തസാക്ഷിത്വമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നില്ലേ? ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചില്ല, മനഃപൂർവ്വം എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞാൻ അയാളോട് മിണ്ടുകില്ല. ജ്യേഷ്ഠനാണെങ്കിലും, ഒരു കുടുംബത്തിൽ പിറന്ന ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും നമ്മുടെ ആളുകൾ ചില അവസരങ്ങളിലൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വേദനയാണ് നമുക്ക് തോന്നുന്നത്.
ആ പ്രോഗ്രാമിന് എന്നെ ഒരു മാമോദീസ ഉണ്ടായിരുന്നു. ആ മാമോദീസായ്ക്ക് എന്നെ കൃത്യസമയത്ത് അറിയിച്ചില്ല. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് അനുജനുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മെ ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കൂ, അതാ രക്തസാക്ഷിത്വം. നമ്മെ വെറുക്കുന്നവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരൂ, അതാ രക്തസാക്ഷിത്വം. അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിനിടയിൽ നമുക്ക് എപ്പോഴും രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണമോ? നമുക്ക് ഹൃദയം മുറിയണം. നമ്മുടെ ആശയങ്ങളോട് ചേരാത്തവരോട് ഒപ്പം യാത്ര ചെയ്യുക. നമ്മെക്കുറിച്ച് മോശമായി കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ വിഷമിപ്പിച്ചിട്ടുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക. എല്ലാം രക്തമിറ്റിറ്റ് വീഴുന്ന രക്തസാക്ഷിത്വമാണ്. അതിന് ആ രക്തസാക്ഷികളാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മക്കബായരുടെ പുസ്തകത്തിലെ ചെറുപ്പക്കാരൻ ജീവൻ സമർപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ജീവൻ സമർപ്പിക്കാം. യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകാം. അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകുകയാണ്. ആയിരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിശ്വാസം സ്വീകരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നമുക്ക് രക്തസാക്ഷികളാകാം. ഒരുപക്ഷെ രക്തം ചിന്തുന്നുണ്ടാവില്ല. നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ നമ്മൾ രക്തസാക്ഷികളാകും. അതിനുള്ള അവസരം ദൈവം നമുക്ക് നൽകും. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭവനവും എല്ലാം അഭിഷേകം ചെയ്യപ്പെടട്ടെ. എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് ബന്ധിക്കപ്പെടട്ടെ. അവിടുത്തെ എല്ലാ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈശോ വഴി നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.